അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് നമുക്ക് MT5 യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, MT5 എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ട്രേഡിംഗ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു എക്സ്പെർട്ട് അഡ്വൈസർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻ സൈസിങ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പൊസിഷൻ സൈസിങ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് കാൽക്കുലേറ്റഡ് ആയിരിക്കും. റിസ്ക് നമ്മൾ വിചാരിക്കുന്ന അതേ റിസ്ക് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമ്മളൊരു 1% ആണ് റിസ്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു 1% തന്നെ നമുക്ക് ലോസ് വരികയാണെങ്കിൽ പോകണമെന്ന് നമുക്ക് അവിടെ തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അതനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് MT5 പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റർ എന്നൊരു സെർച്ച് ഓപ്ഷൻ വരും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ വരുന്ന ടൈമിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഏൺ ഫോറക്സിൻ്റെ പൊസിഷൻ സൈസിങ് EA നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അവിടെ നമുക്ക് വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് സെക്ഷൻ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന MT5ൻ്റെ വെർഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ശേഷം നമുക്ക് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കാം. നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് MT5 ആണ്. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ ഐറ്റം ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിത് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് MT5 ഓപ്പൺ ആക്കാം. ഓക്കെ, MT5 ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഫയലിൽ പോയിട്ട് ഓപ്പൺ ഡേറ്റ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് MQL5 ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. എക്സ്പേർട്ടിൽ വന്നിട്ട് എക്സ്പേർട്സിനകത്ത് നമുക്കിവിടെ ഈ ഒരു കോപ്പി ചെയ്ത ഫയൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് മെറ്റാട്രേഡർ 5 പോയതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ റിഫ്രഷ് ചെയ്ത ടൈമിൽ നമുക്ക് ഇവിടെ ഒരു ഐറ്റം ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഗോൾഡിൻ്റെ ഒരു 1 hour ചാർട്ടിലാണ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആ ട്രേഡ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ സൈസിങ് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പൊസിഷൻ സൈസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ശേഷം ആൽഗോ ട്രേഡിംഗ് എനേബിൾ ചെയ്യാം. ഇതിന് ഓക്കെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ കാണാൻ പറ്റുന്നത് നമുക്ക് 4-5 വിൻഡോസ് കാണാൻ പറ്റും. മെയിൻ, റിസ്ക്, മാർജിൻ, സ്വാപ്സ്, ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മെയിൻ, അതേപോലെ ട്രേഡിംഗ് പോലുള്ള വിൻഡോസാണ് വേണ്ടത് മെയിനായിട്ട് നമുക്ക് നോക്കുന്നത്. ഇവിടെ എൻട്രിയിലോട്ട് വരുന്ന ടൈമിൽ നമ്മൾ ലോങ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ ഓർഡർ ആയിരിക്കും അവിടെ പ്ലേസ് ആവുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സെൽ ട്രേഡോടെ എടുക്കാൻ പറ്റും. ശേഷം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വാല്യൂ അടിച്ചു കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വാല്യൂസ് അടിച്ചു കൊടുക്കാം. ഇവിടെ ടേക്ക് പ്രോഫിറ്റോട് കൊടുക്കണം നിർബന്ധമില്ല, നമുക്ക് പിന്നീട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസ്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അതേപോലെ നമുക്കിവിടെ തീരുമാനിക്കാം ഓർഡറിൻ്റെ ടൈപ്പ് നമുക്ക് തീരുമാനിക്കാം. ഇൻസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ പെൻഡിങ് ഓർഡർ ആണോ എന്നുള്ളത് നമുക്കിവിടെ സ്റ്റോപ്പ് ലിമിറ്റ് ആണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. നമ്മളിപ്പോൾ നിലവിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഓർഡറാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ശേഷം നമുക്കിവിടെ അക്കൗണ്ട് ബാലൻസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നിലവിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ഫുൾ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കതിന് പകരമായിട്ട് നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. നമ്മളിവിടെ 5,000 എന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്കിവിടെ റിസ്ക് എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യാം. റിസ്ക് എമൗണ്ട് നമുക്കിവിടെ 1 കൊടുക്കാം. അപ്പോൾ അതനുസരിച്ചുള്ള റിസ്ക് $US ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ $5,000 1% എന്ന് പറയുന്ന റിസ്ക് $50 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വാല്യൂ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ചേഞ്ചസ് നമുക്കൊന്ന് കാണാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് ഒരു സെറ്റപ്പ് നോക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു ബുള്ളിഷ് ട്രേഡാണ് ഇവിടെ നോക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ലോയിലോട്ട് വയ്ക്കാം. 1:2 ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വാല്യൂ കോപ്പി ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് വാല്യൂ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിലോട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റും ഈ പൊസിഷൻ സൈസിങ്ങിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസ്ക് പ്രകാരം നമുക്ക് 0.03 ലോട്ട് സൈസ് എടുത്താൽ മാത്രമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ $50 പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് വന്നതിന് ശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അവിടെ വരുന്ന ഈ ഒരു ആസ്ക് ഫോർ കൺഫർമേഷൻ നമുക്ക് ഡിസേബിൾ ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, ദെൻ ഇവിടെ ട്രേഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രേഡ് പ്ലേസ് ആവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു എറർ ഓപ്ഷൻ കാണിച്ചത് അൽഗോ ട്രേഡിംഗ് ഡിസേബിൾ ആണെന്നുള്ളതാണ്. ഇവിടെ നമുക്കത് മസ്റ്റായിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലും കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് വാല്യൂ കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ശേഷം മോഡിഫൈ കൊടുക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓർഡർ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും $50 ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ 1% ആയിരിക്കും പോകുന്നത്. നമ്മളിവിടെ ഫിക്സ് ചെയ്ത വാല്യൂസ് എന്താണോ അതനുസരിച്ചിട്ടുള്ളതായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. MG5 എടുത്തിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും.